വർഷത്തെ കർക്കിടക മാസം അവസാനിക്കുകയാണ്, അവസാനത്തെ ദിവസമാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ വർത്തൂർ ഭാഗ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വളരെ ഗംഭീരമായി അമ്പലങ്ങളിലായിട്ടും വീടുകളിലായിട്ടും അങ്ങനെ പല സ്ഥലത്തും നമ്മൾ ചില ഓഡിറ്റോറിയത്തിലായിട്ടും നമ്മൾ രാമായണ മാസം കൊണ്ടാടി ഭജനകളും ചെയ്തു, രാമായണ പാരായണം ചെയ്തു. നമ്മൾ ഈ രാമായണ പാരായണവും രാമായണ മാസവും ആചരിച്ചതിൽ നമ്മൾ 1982 ശ്രീ പരമേശ്വർജി പ്രതിപാദിച്ച രാമായണ മാസത്തിൻ്റെ ഉദ്ദേശം, അതായത് നമ്മളെല്ലാവർക്കും ഈ തത്വം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം, 980 മീനാക്ഷിപുരത്തുണ്ടായ മാസ് കൺവേർഷൻ ഓഫ് ഹിന്ദുസ് ടു ഇസ്ലാം, അത് നടന്നതിന് ശേഷം 82 ഒരു തീരുമാനമെടുത്ത് എല്ലാ കർക്കിടക മാസവും രാമായണ മാസമായി ആചരിക്കുമെന്ന്. അതിൻ്റെ ഉദ്ദേശം ജനങ്ങളുടെ ഇടയിൽ രാമായണം പ്രചരിപ്പിക്കുക, രാമായണത്തിൻ്റെ തത്വം പ്രചരിപ്പിക്കുക. രാമായണ പാരായണം ഒരു ഭാഗത്ത്, പക്ഷെ അതിൻ്റെ തത്വം എന്താണെന്ന് നമ്മൾ പ്രധാനമായി അറിയണം. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ ചെയ്തതിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ നമുക്ക് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇനി ഒരു വർഷം നമുക്ക് പറ്റുമോ, അതോ വെറും കർക്കിടക മാസത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുമോ, ഇത് പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ രാമായണ മാസം കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഹിന്ദുവിനെ കൺവേർട്ട് ചെയ്ത് ഒരു റിയൽ ഹിന്ദു ആക്കുക. നമ്മൾ പേരിന് മാത്രം ഒരു ഹിന്ദു ആയിരുന്നു, സനാതന ധർമ്മിയായിരുന്നു, പക്ഷേ റിയലായിട്ടൊരു ഹിന്ദു നമ്മളായിരുന്നില്ല. കാരണം നമ്മുടെ ഒരു ഇതിഹാസങ്ങളോ പുരാണങ്ങളോ അല്ലെങ്കിൽ വേദങ്ങളോ യാതൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് കുറച്ചെങ്കിലും നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ രാമായണ മാസം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ രാമായണത്തിൽ നമ്മൾ വായിച്ച പല പല ചാപ്റ്ററിൽ നിന്നും അധ്യായങ്ങളിൽ നിന്നും നമ്മൾ ഓരോ കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളുടെയും പ്രാധാന്യവും അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവേണ്ടതെന്നും വളരെ സംക്ഷിപ്തമായി കുറച്ച് നേരം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ആദ്യമായി ഈ രാമായണം എപ്പോഴാണ് ഉണ്ടായത്, ഈ ശ്രീരാമൻ്റെ കഥ എപ്പോഴാണ് നടന്നത്, എത്ര വർഷമാണെന്നുള്ളത്, അതായത് ത്രേതായുഗം തന്നെ 12,96,000 ഉണ്ട്. അതിനുശേഷം ദ്വാപരയുഗം, കൃഷ്ണൻ്റെ യുഗം, ദ്വാപരയുഗം 8,64,000 ഉണ്ട്. പിന്നെ കലിയുഗം 4,32,000. ഈ കലിയുഗത്തിൽ വെറും 5,125 വർഷം ഇപ്പോഴായിട്ടുള്ളൂ. അപ്പോൾ എത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത് എന്നുള്ള ആലോചിക്കണം. പക്ഷേ അന്ന് പ്രതിപാദിച്ച ആ വാല്യൂസ്, ആ മൂല്യങ്ങൾ ഇന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റെലവൻ്റ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിതിൽ ആരെയും കുറ്റം പറയുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹിംസകൾ, ഇതിൽ ചെയ്തിരിക്കുന്ന ഹിംസകളെല്ലാം അധർമ്മത്തിനെതിരായിട്ടാണ്, അല്ലാതെ ധർമ്മത്തിനെതിരായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല. ധർമ്മമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം എടുക്കുക. അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്ന് നമുക്കതൊന്ന് മനസ്സിലായതെന്ന് പറയാം. ആദ്യമായി നമുക്ക് ശ്രീരാമൻ്റെ പിതാവ് ദശരഥനെ തന്നെ എടുക്കാം. ദശരഥൻ വലിയ ഒരു വീരപരാക്രമിയും തേജസ്വരൂപിയും ആയ ഒരു ചക്രവർത്തിയായിരുന്നു ദശരഥൻ. പക്ഷേ ഒരുപാട് ന്യൂനതകൾ, വീക്ക്നെസ്സസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യമായി അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് സ്ത്രീ. 3 ഭാര്യമാരുണ്ടായിരുന്നു, കൗസല്യ, കൈകേയി, സുമിത്ര. അതിൽ കൈകേയിയാണ് ദശരഥന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം കൈകേയി അതിസുന്ദരിയായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകളാണ് നമ്മൾ ഈ രാമായണത്തിൽ കാണുന്നത്. ആദ്യം തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോയപ്പം കൈകേയിയുടെ പിതാവ് കേകയന് ആദ്യം തന്നെ ഒരു വാക്ക് കൊടുത്തു, കൈകേയിൽ ഉണ്ടാവുന്ന പുത്രൻ രാജാവാകും, അത് ഞാൻ വാക്ക് തരുന്നു എന്ന്. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ രാമന് രാജ്യഭാരം കൊടുത്തിട്ടും അത് രാമന് അത് ചെയ്യാൻ പറ്റിയില്ല, വനവാസത്തിന് പോകേണ്ടി വന്നു. അപ്പോൾ ഇത് ആദ്യം ചെയ്ത തെറ്റ്. പിന്നെ കൈകേയിയെ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ കൈകേയിയും കൂട്ടിയിട്ടാണ് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ഇദ്ദേഹം പോകുന്നത് ദശരഥൻ. അതൊരിക്കലും ഭാര്യയെ യുദ്ധത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. എങ്കിലും പോയത് മാത്രമല്ല, കൈകേയി ചെയ്ത ഉപകാരത്തിന് തിരിച്ച് 2 വരങ്ങൾ കൈകേയിക്ക് കൊടുത്തു. ആ 2 വരങ്ങളും ബുദ്ധിപൂർവ്വം കൈകേയി അത് പിന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്ലാങ്ക് ചെക്കാണ് കൈകേയിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ബ്ലാങ്ക് ചെക്ക് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഭാര്യമാർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം എന്നാണ് അതൊരു ആയുധമായി ഉപയോഗിക്കുക എന്നുള്ള കാര്യം അറിയില്ല. അപ്പം ഇത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. പിന്നെ ശബ്ദപേരി എന്നൊരു അസ്ത്രം, അതിൽ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു ദശരഥന്.
ഈ ശബ്ദവേരി എന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ടവിടുത്തെ അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് അവിടെ ആ അസ്ത്രം പോയി ചെന്ന് തിരിയും. അപ്പോൾ അത് ഒരിക്കൽ പിന്നെ വിശ്വാമിത്രൻ, ഇവർ 16 വയസ്സുള്ള കുട്ടിയായിരിക്കും രാമൻ. ആ സമയത്ത് വിശ്വാമിത്രൻ വരും ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ, അതായത് കുറച്ച് ശിക്ഷണത്തിന് വേണ്ടിയിട്ടും പിന്നെ അസുരന്മാരെയൊക്കെ രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടും. ആ സമയത്ത് വിശ്വാമിത്രൻ വന്ന ഉടനെ തന്നെ പറഞ്ഞു, അങ്ങ് എന്തിനു വന്നാലും ഞാൻ അങ്ങക്ക് ഞാൻ വരുന്ന കാര്യം സാധിച്ചു എന്ന് തന്നെ വിചാരിച്ചുകൊള്ളുക. അതായത് എന്താണ് ആവശ്യം എന്നറിയാണ്ട് ഒരു വാക്ക് കൊടുത്തു വിശ്വാമിത്രന്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, റോളിനൊരു കളങ്കം വരുത്തും. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശ്രീരാമന് തീർച്ചയായും അറിയാം സീത പരിശുദ്ധയാണ്, സീതയ്ക്ക് ഒരു പോറലും ഏൽപ്പിച്ചിട്ടില്ല, സീതയെ ഒരിക്കലും ഒരാളെ കൊണ്ട് ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ശ്രീരാമൻ അറിയാം. പക്ഷേ ജനങ്ങളുടെ, ഒരു രാജാവിൻ്റെ കടമ ജനങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട്, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞു, ഇനി കുറച്ചിടുക 2 മിനിറ്റ്. ഇനി ഈ രാമായണത്തിൽ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട്, ഒരു സ്ത്രീയുടെ വാക്ക് കേൾക്കാണ്ടെയാണ് രാവണൻ്റെ നാശം. അതായത് തൻ്റെ ഭാര്യ മണ്ഡോദരി പലതവണ ഉപദേശിക്കുന്നുണ്ട്, ഒരിക്കലും നീ ഇത് ചെയ്യരുത്, സീതയെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കൂ, അതാണ് നമ്മുടെ നാടിനെ രക്ഷിക്കുള്ളൂ എന്ന്. അത് കേൾക്കില്ല. എന്നാൽ ഇപ്പുറത്തെ ദശരഥൻ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടാണ് നാടിനെ നശിപ്പിക്കുന്നത്. അതായത് കയ്യേയുടെ വാക്ക് കേട്ടിട്ട്, അത് മാത്രം കേട്ടിട്ടാണ് നാട് നശിക്കുന്നത്, ഒരു യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ വാക്ക് കേൾക്കേണ്ടവിടെ കേൾക്കണം, നിരാകരിക്കേണ്ടവിടെ, റിജക്റ്റ് ചെയ്യേണ്ടവിടെ നമ്മൾ റിജക്റ്റ് ചെയ്യണം. ഇത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലൊരു പാഠമാണ്. ഇനി നമ്മുടെ ശ്രീരാമൻ, അത് ഇന്നും നമ്മുടെ സനാതന ധർമ്മികൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്, ഭാരതം ചെയ്യുന്നത്. അതായത് നമ്മൾ രാജ്യം വെട്ടിപ്പിടിച്ചാലും നമ്മൾ ഒരിക്കലും ആ രാജ്യത്തിനെ നമ്മൾക്ക് ചേർക്കാൻ നോക്കില്ല. ഇപ്പം ശ്രീരാമൻ രാമായണത്തിൽ കിഷ്കിന്ധ സുഗ്രീവന് വേണ്ടിയിട്ട് ബാലിയെ കൊല ചെയ്തിട്ട്, ബാലിയെ വധിച്ചിട്ട് ആ രാജ്യം എടുക്കും. ആ സമയത്ത് സുഗ്രീവൻ പറയും, ഈ രാജ്യം അങ്ങയുടേതാണ്, എൻ്റെ അല്ല, അതുകൊണ്ട് അങ്ങ് എടുത്തോളൂ. അപ്പോൾ ശ്രീരാമൻ പറയും, ആവശ്യമില്ല എനിക്ക്, ഇവിടുത്തെ രാജാവായി നിന്നെയാണ് അഭിഷേകം ചെയ്യുന്നതെന്ന് പറഞ്ഞ് സുഗ്രീവനെയാണ് അഭിഷേകം ചെയ്യുന്നത്. അതുപോലെ ലങ്ക പിടിച്ചെടുത്തപ്പം വിഭീഷണൻ പറയും, ശ്രീരാമനോട് പറയും, ഈ രാജ്യം ലങ്ക മുഴുവൻ അങ്ങയുടേതാണ്, അങ്ങ് ഭരിക്കൂ. ശ്രീരാമൻ പറയും, ഒരിക്കലുമില്ല, വിഭീഷണെയാണ് ലങ്കയിലെ രാജാവാക്കുന്നത്. ഇനി അവസാനമായി ഒന്ന്, ഈ രാമായണത്തിൽ ഈ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരായിട്ട് ആദ്യം മുതൽ തന്നെയുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, വാൽമീകി തന്നെ, ഇത് എഴുതിയ വാൽമീകി തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു ST കമ്മ്യൂണിറ്റി എന്ന് പറയാം. അതായത് കാട്ടാളനായിരുന്നു വാൽമീകി. അതുപോലെ ശബരി മാതാവ് ശൂദ്രയായിരുന്നു. അതുപോലെ ഗുഹൻ ശ്രീരാമനെ സഹായിക്കുന്നുണ്ട് തോണിയിൽ കടത്താൻ വേണ്ടി. അവരും എന്തായിരുന്നു, നിഷാദ വംശത്തിലായിരുന്നു. അപ്പം നമ്മൾ ഹിന്ദുധർമ്മം ആദ്യം മുതലേ നമ്മുടെ പുരാണങ്ങളിലും ഒരിക്കലും തൊട്ടുകൂടായ്മയെ നമ്മൾ എൻകറേജ് ചെയ്തിട്ടില്ല. ഈ ബ്രാഹ്മണ്യം, ബ്രാഹ്മണർ, ക്ഷത്രിയർ ഇതെന്ന് പറയുന്നത് വെറും കർമ്മം കൊണ്ടാണ്. ആരും ജന്മം കൊണ്ടല്ല ബ്രാഹ്മണര്. ഇത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം. ജന്മം കൊണ്ട് ഒരുത്തരും ബ്രാഹ്മണരോ ക്ഷത്രിയരോ അല്ല, അവരെ കർമ്മം കൊണ്ടാണ്. അതൊരിക്കലും നിങ്ങൾ സപ്പോർട്ട്, നമ്മുടെ എല്ലാം ജാതീയ സംഘടനകളും സാമുദായിക സംഘടനകളും എല്ലാവരും ആലോചിക്കേണ്ടത്, ഈ സാമുദായിക സംഘടനകളെല്ലാം നദികൾ പോലെയാണ്. ഗംഗ, ഗോദാവരി, കൃഷ്ണ ഇതുപോലെയുള്ള പുണ്യ നദികളാണ്. ഇവരെല്ലാം അൾട്ടിമേറ്റ്ലി ഒഴുകിച്ചേരുന്നത് സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുധർമ്മം എന്ന മഹാസമുദ്രത്തിലേക്കാണ്. ഒരിക്കലും നമ്മൾ ഈ സാമുദായിക സംഘടനകൾ വേറെയാണ്, അത് ഹിന്ദുധർമ്മത്തിലല്ല എന്നുള്ളൊരു ധാരണ വേണ്ട. അതെല്ലാം ഒഴുകി അവസാനം ചേരുന്നത് ഇതിലാണ്. കഴിഞ്ഞു, ഒരു പോയിന്റ് കൂടി. ഇതിലെ രാമായണത്തിലെ കാട്ടിൽ, അതായത് അഘോരമായ കാട്ടിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ശ്രീരാമൻ ഒരു ആത്രി മഹർഷിയുടെ ഇതിൽ പോകും, ആശ്രമത്തിൽ. അവിടെ ആത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവി അവിടെയുണ്ട്. ആ അനസൂയാദേവി സീതയെ വിളിച്ച് കുറച്ച് ഉപദേശം കൊടുത്തിട്ട് പറയും, സീതയോട് പറയും, സീതയുടെ സ്വയംവരത്തിനെ കുറിച്ച് ഒന്ന് പറയാൻ പറയും. അപ്പോൾ സീത വളരെ ഉത്സാഹവതിയായിട്ട് ആ സ്വയംവരത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞും സീത വളരെ സന്തോഷവതിയായി. അങ്ങനെയാണ് അവിടുന്ന് അനുഗ്രഹം കൊടുത്തിട്ട് അനസൂയ ദേവി അയക്കുന്നത് സീതയെ. ഇത് കാരണം എവിടെ പോവുകയാണെങ്കിലും, എന്ത് കഷ്ടത്തിന് പോവുകയാണെങ്കിലും നമുക്ക് പോസിറ്റീവ് തിങ്കിങ് ആദ്യം വേണം, ഒരിക്കലും നെഗറ്റീവ് തിങ്കിങ് പാടില്ല. ഇതാണ്. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് സമയവാദിക്കും കാരണം ഞാനിത് പറയുന്നില്ല. ഏതായാലും നമ്മൾ ഈ 1 മാസത്തെ രാമായണ പാരായണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാല്യൂ അഡീഷൻ ഉണ്ടാവണമെന്നാണ് നിങ്ങളോടുള്ള അഭ്യർത്ഥന. എന്താണ് രാമായണത്തിൻ്റെ തത്വം എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ വെറും പാരായണം കൊണ്ട് മാത്രം നമുക്ക്
ഇതില്ല. പല പ്രഭാഷകന്മാരും നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനൽസ് ഉണ്ട് സ്വാമിജിമാരുടെ, സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, ചിന്മയാനന്ദ സ്വാമിയുടെ, അങ്ങനെ അവരുടെ എല്ലാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. അതിൽ നിന്നും എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇത് നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.